ഹൗ ആർ യു ഫ്രണ്ട്സ്? റൈനോ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണിമുകുന്ദൻ വിപിൻ ഇഷ്യൂ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മുൻ മാനേജറായി എന്ന് അവകാശപ്പെടുന്ന വിപിൻ എന്നെ മർദ്ദിച്ചുവെന്നും കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നും ഉണ്ണിമുകുന്ദനെതിരെ പരാതി കൊടുത്തത്. കുറേ നാൾക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ വിവാദം പുത്തിരിയല്ല, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അയാൾക്കത് പുത്തിരി ആയ കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും ഈ പുതിയ വിവാദം അത് വളരെ ഞെട്ടിക്കലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ആദ്യം ഒന്ന് പ്രതികരിച്ചു, പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയൊക്കെ തൻ്റെ രീതി പറഞ്ഞ് അദ്ദേഹം കുറിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതിനകത്ത് അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേട്ടിട്ട് റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, ആദ്യം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം. 2 ആഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ഈ കോളിൽ എനിക്ക് ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അതിന് ഫേസ് വാല്യൂ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ പേരുകൾ ഇവർ എടുത്തു പറഞ്ഞു. ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു. ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു. ഈ അൺകോൺ നമ്പർ വന്നിരുന്നു. അത് ലേഡിയായിരുന്നു വിളിച്ചത്. അപ്പോൾ ഈ മുകുന്ദൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞ വിപിനെതിരെയും മുൻകാലത്തെ സുഹൃത്തിനെതിരെയും ഒരു വയലൻ്റായിട്ടുള്ള എന്തോ കാര്യം, അതായത് എന്തോ ഉപദ്രവിച്ചു എന്നോ രേഷമായി പറഞ്ഞു എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് വിപിൻ മാത്രമല്ല ഒരൊറ്റ സുഹൃത്തും ഉണ്ടായിരുന്നു. ഒറ്റ സുഹൃത്ത് ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരാൾ മാത്രമല്ല, വേറെയും ആളുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇനി അദ്ദേഹം ബാക്കി കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. എന്നിട്ടുള്ള അവസാനം നമുക്കിതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അതിന് ഫേസ് വാല്യൂ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. സ്വാഭാവികം, അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അപ്പോൾ അത് പല ആരാധകർ പല ആൾക്കാരും വിളിക്കുന്നുണ്ടാവും. അപ്പോൾ കഴിഞ്ഞപ്പോൾ സാധാരണ അൺകോൺ നമ്പറിൽ നിന്ന് വന്ന കോളാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കളായി വിപിനെ വേറൊരാളെ കുറിച്ച് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലവും ഇവൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെയാവും. തുടർന്നുള്ള അദ്ദേഹം ബാക്കി എന്ത് ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടിട്ട് വരാം. 2 പേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ച് ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ DGPക്കും ADGPക്കും വിത്ത് പ്രൂഫുകളും ഞാൻ അയച്ചു കൊടുത്തേക്കണം. ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ. രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിന് ഇങ്ങനെ അൺനോൺ നമ്പറിലേക്ക് വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്. വിച്ച് ഇസ് ഫെയർ. ഞാനത് വിട്ടു പറഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ അദ്ദേഹം ഇവർ 2 പേരെയും കോൾ ചെയ്ത് വിളിച്ചിരുന്നു. പല ക്രിമിനൽ ഒഫൻസുമായുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പകർപ്പ് DGPക്കും ADGPക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരെ 2 പേരെയും വിളിച്ചപ്പോൾ ഒരാൾ സൈലൻ്റ് ആയിരുന്നു, ആ മറ്റേ സുഹൃത്ത്. ആ സുഹൃത്ത് ആരാണെന്ന് ഇദ്ദേഹം പറയുന്നില്ല. ഒരാൾ വിപിനാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അൺകോൺ നമ്പറുകൾ ഇങ്ങനെയൊന്നും വിളിക്കരുത്, വിളിച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം അങ്ങനെയുള്ള അയാൾ സെലിബ്രിറ്റി ആണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പദഭീഷണി ഉണ്ടാവും, ചിലപ്പോൾ പ്രേമാനുഭവം ഉണ്ടാവും, മറ്റു പലതാവാം. ആരാധനാണ് പലരും വിളിച്ചിട്ടുണ്ട്, പല ആളുകളെയും പലരും വിളിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ഈ 2 പേരും അങ്ങനെ, ഒരാൾ സൈലൻ്റ് ആയിരുന്നു, വിപിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തള്ളിക്കളയാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, പുള്ളി അങ്ങനെ തള്ളിക്കളഞ്ഞു കാണും. ഇനി ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു. അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റായിരുന്നു. അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ് വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ, ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോക്കോൾ മാനേജറായിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അതായത് പിന്നെ വീണ്ടും കോൾ വന്നു, ഇതേ അനുഭവം, ഇതേ കാര്യം പറഞ്ഞു തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ക്രിമിനൽ ഒഫൻസായിട്ടുള്ള പശ്ചാത്തലമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിന് വീണ്ടും ഈ കോൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ, അയാൾ വേറൊരു ഡയറക്ടർ സുഹൃത്തിനെ, അതായത് ഉണ്ണിമുകുന്ദൻ്റെ വേറൊരു ഇഷ്ടംപോലെ സുഹൃത്തുണ്ടല്ലോ, വേറൊരു സുഹൃത്തിനെ ഇതേ പിന്നെയും തന്നെ വിളിക്കുമ്പോൾ ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. അതുപോലെ എന്നിട്ട് ഒരു സുഹൃത്തിനെ വിളിക്കുകയും
ഈ ഡയറക്റ്റ് സുഹൃത്ത് ഇങ്ങനെ ഈ ഒരു വിപിൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയും അതിൻ്റെ കാര്യം എന്നാന്ന് ആ ഡയറക്റ്റ് സുഹൃത്തിനോട് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഡയറക്റ്റ് സുഹൃത്ത് വിളിച്ച് ചോദിച്ച് ഈ വിപിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ അപ്പോളജിയൊക്കെ പറഞ്ഞാണ് ഈ രീതിയൊക്കെയാണ്, ഇനി ഉണ്ണി ഒന്ന് നേരിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി നേരിട്ട് പോയി അവർ സംസാരിക്കുമ്പോഴുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതെന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അദ്ദേഹം ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാൻ സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം എന്താണെന്ന് പുള്ളി അറിയാത്ത ഒരാളാണ്. അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്തു നിന്നായിട്ടുണ്ട്, അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് അത് തന്നെയാണ്. അദ്ദേഹം ചെല്ലുന്നു, അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആൾ പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണ് ചെയ്തത്, തന്നെക്കുറിച്ചൊരു മോശമായിട്ട് പറഞ്ഞു. അത് കയറി അങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഒന്ന് ആ കലിപ്പിൽ കയറി കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഒരു കാര്യം സീരിയസ് ആകുമ്പോൾ കൂളിംഗ് ഗ്ലാസ് അത് അയാളുടെ ഇഷ്ടമാണ്. ഒരാൾ ഗ്ലാസ് കഴിക്കും, സീരിയസ് ഗ്ലാസ് കഴിച്ചിരിക്കും. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇങ്ങനെ ധരിച്ച് കൂളായിട്ട് കാര്യങ്ങളൊക്കെ പറയില്ലേ. എന്നിരുന്നാലും ആ കണ്ണട വലിച്ചെറിഞ്ഞ് ഇച്ചിരി ഒഴിവാക്കാമായിരുന്നു. പക്ഷെ പേടിപ്പിക്കാൻ ചെയ്താണ്. ആ കണ്ണട വലിച്ചു പോയിരുന്നു. അപ്പോൾ ഇയാൾ പേടിച്ച് കഴിഞ്ഞു. കാരണം ഈ പേടിക്കാൻ കാരണമുണ്ട്. ഇയാൾ മുൻപ് ഉണ്ണി മുകുന്ദൻ ഒരു മേജർ രവീനെ അടിച്ച ഇഷ്യൂ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പുള്ളിക്ക് അതൊരു നോട്ടമില്ല, ആരാണ് മുമ്പിലിരിക്കണേ, ഏതാണ് തെറ്റ്. പുള്ളിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് കാര്യം ഉണ്ടായിരിക്കണം. പുള്ളീനെ ആവശ്യമില്ലാത്ത തെറി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പ്രവോക്കായി നാൾ മേജർ രവീനെ പിടിച്ചിടിച്ചാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു മുൻ പട്ടാളക്കാരൻ അത്ര വലിയ സോൾജിയറിനെ പിടിച്ചു അടിക്കണ ഇയാൾക്കൊക്കെ കൂടെ നടന്നിരുന്ന വ്യക്തിയാണ്. 10 വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അയാളുടെ സ്വഭാവം ഉണ്ണിമുകുന്ദൻ്റെ സ്വഭാവം കൃത്യമായിട്ട് വിപിനറിയാം. പുറത്ത് വയ്ക്കുക വിപിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പേടിച്ച് കരഞ്ഞ് അയാൾ അപ്പോളജി ചെയ്ത് വിട്ടു. കാരണം ഇനി രണ്ടാമത് മത്സരം പിടിച്ചിട്ട് നല്ല ഇടിയും കിട്ടും. പക്ഷെ നിലവിൽ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒന്ന് പേടിപ്പിച്ച് വിട്ട് കാണും. അത് മറ്റൊരു വിറ്റ്നസ് കണ്ടു എന്ന് പറയുന്നു. ആ വിറ്റ്നസ് അത് കൃത്യമായിട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹം അതിലെന്താണ് ഈ പിന്നീട് നടന്ന സംഭവം, അതിനെന്താണ് പുള്ളി അത് പറഞ്ഞു വെക്കുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇയാൾ ഈ വിപിനെ ചെയ്ത കുറ്റകൃത്യത്തിന് ഉണ്ണിമുകുന്ദൻ അയാളെ പിന്നെ ക്ഷമിച്ച് കൂടെ നിർത്തിയാലും അത് മുകുന്ദന് തന്നെ ഒരു ചീത്തപ്പേരാവും. ചിലർ നമ്മളുടെ ഒരു സുഹൃത്തായിരിക്കാം, അവന് എന്തെങ്കിലും തെണ്ടിത്തരം കണ്ട് നമ്മൾ 1-2 മാസം ക്ഷമിക്കാം. വേണ്ടാത്ത ചരിത്രം കാണിച്ചാൽ നമ്മുടെ കൂടെ നിർത്തിയാൽ നമ്മളെ അത് പൂർണ്ണമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ അത് ബാധിക്കും. അത് തന്നെയാണ് മുകുന്ദൻ ഇവിടെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് വ്യക്തിപരമായിട്ട് ബാധിക്കും. തൻ്റെ പേരും പറഞ്ഞ് ഇന്ന ആളിലൂടെ മോശമായിട്ട് പെരുമാറിക്കൊണ്ട് കിടന്നത് നാളെ ഈ മുകുന്ദനും ഇങ്ങനത്തെ ആളാണല്ലോ, ഇങ്ങനെ കൂടെ കൊണ്ട് കിടക്കട്ടെ, മുകുന്ദൻ ഈ ആളാണല്ലോ എന്ന് നമുക്ക് എല്ലാവരും അനുമാനിക്കും. അതുകൊണ്ട് അദ്ദേഹം മാന്യമായിട്ട് തുറന്നാണ് ടെക്നീഷ്യൻ. ഇയാൾ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുകുന്ദൻ്റെ മാനേജറല്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പല സുഹൃത്തുക്കളുണ്ട്, മാധ്യമങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ പുതിയൊരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ അങ്ങനെ ഒരു ടെക്നീഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് മാധ്യമങ്ങളൊക്കെ ഈ ഒരു സിനിമയുടെ ടെക്നീഷ്യനാണ്. ഓരോ സിനിമകൾ വന്നവർ ഇന്ന സിനിമയുടെ പ്രൊമോഷനൊക്കെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ വന്ന് അതിന് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ സിനിമ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അവർ കൂടുതലൊരു ടെക്നീഷ്യൻ മാത്രമാണ്. അപ്പോൾ അതിന് ടെക്നീഷ്യന് ഉപരി അദ്ദേഹം ഒരു സുഹൃത്തായി കണ്ടിരുന്നു. ആ സുഹൃത്തായി കണ്ടിരുന്ന അത് മുതലെടുത്ത് ഇയാൾ പോയി പെരുമാറി. ചില ഇത്തിൽക്കണ്ണികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ഇതൊന്നിങ്ങനെ ചേർന്നിരിക്കും, പറ്റിയിരുന്നിങ്ങനെ ഊറ്റി ആ മരത്തിൻ്റെ
തടി തന്നെ നശിപ്പിക്കും, പയ്യെ പയ്യെ തിന്ന് വെക്കും. അതുപോലത്തെ ഒരു വ്യക്തി ഇത്തിൽ കണ്ണിയാണെന്ന് വേണമെങ്കിൽ വിപിനെ പറയാം. ആ വിപിനെ അദ്ദേഹം അത് പിന്നീട് തനിക്കത് തുടർന്നുള്ള ഒരു സിനിമ കരിയറിനും എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ അത് ബാധകമാവുന്നതുകൊണ്ട് അയാൾ ഒഴിവാകാൻ പറഞ്ഞു. പക്ഷേ ഈ വിരോധമായിട്ടാണ് അയാൾ ഒരു ബന്ധമില്ലാതെ ടൊവിനോടെ പേരും വെച്ചത്. ഉണ്ണിമൂന്തന് എത്ര പടം ഫ്ലോപ്പായിട്ടുണ്ട്, ടൊവിനോടെ പടം ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ചില ജയപരാജയങ്ങളൊപ്പമാണ്. അപ്പോൾ ഇതിൽ മാർക്കോയിൽ ഹിറ്റായിരുന്ന സമയത്ത് ടൊവിനോ പ്രശ്നം വെച്ചാൽ അവർ തമ്മിലൊരു നല്ല സുഹൃബന്ധങ്ങളുണ്ട്. ഇവർ ഈ തമ്മിൽ തല്ലിച്ചിട്ട് ഈ മുട്ടനാടുകൾ തമ്മിൽ അടിച്ച് ചോര കുടിക്കാൻ തുടങ്ങിയ ചെന്നായില്ലേ, ആ ചെന്നായിയുടെ അവസ്ഥ പോലെ ആകുമ്പോഴാണ് ഈ വിപിൻ്റെ അവസ്ഥ. അത്രേ പറയാനുള്ളൂ. ഉണ്ണിയേട്ടൻ അങ്ങനെ കാര്യമായിട്ട് ഇയാളുടെ ഒരു ക്യാരക്ടർ വെച്ച് അയാൾ ആരെയും ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി ചീത്ത പറയില്ലെന്ന്. അയാൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ വിഷമമുള്ള കാരണം കൊണ്ട് അയാൾ പ്രൊവോക്കറാക്കണം. അയാളുടെ പേരും വെച്ച് അയാൾ അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന അയാൾ ഒരു പ്രശ്നത്തിന് കൊടുക്കാൻ പോയിട്ടില്ല. അന്യനമ്പി ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്ത് ചെയ്യുന്നാലും ഈ ഇത്രയുള്ള ചതികളുള്ള ആളുകളിൽ നിന്ന് ഒഴിവായിരിക്കുന്നതാണ് നല്ലത്. ഈ നരിവേട്ട ഹിറ്റായി എന്നും പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം അങ്ങനെ കയറി തല്ലുമെന്നുള്ള ആളെ അല്ല. അപ്പോഴേ എന്തെങ്കിലും തന്നെ ബാധിച്ചെന്ന് വിഷയം ബാധിച്ചെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അയാൾ മർദ്ദിച്ചില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സാക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായിരിക്കാം. പക്ഷെ പേടിപ്പിച്ചപ്പോൾ ഇയാൾ പേടിച്ചു പോയി, അതൊന്നും നേരാണ്. കാരണം അല്ലെങ്കിൽ പേടി ധൈര്യത്തോടെ തന്നെ ഇടിച്ചാനെ, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയുള്ള ഇത്തിരി കണ്ണികളെ സൂക്ഷിക്കാം. എന്നാലും സത്യം പുറത്തു വരട്ടെ. അദ്ദേഹത്തിൻ്റേത് എന്നാൽ അഭിനയിച്ചാൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അഭിനയം നിർത്തും. ഇത്ര കോൺഫിഡൻറ്റോട് അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യം ഉണ്ടാകും. എന്തായാലും സത്യം തെളിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ റൈനോ വ്ളോഗ് സൈനിങ് ഔട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.